ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്റർമോളിക്കുലർ ഫോഴ്സുകളും ടൈപ്സ് ഓഫ് വാൻഡർവാൾസ് ഫോഴ്സിനെ കുറിച്ചൊക്കെ നാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ ഒരു സ്റ്റേറ്റിലോട്ട് പ്രവേശിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ 80% കവർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലോട്ട് പ്രവേശിക്കുകയാണ്. ആ സ്റ്റേറ്റ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ഭാഗമാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. എൻ്റെ മക്കൾ ഒരു ഗ്യാസിന് എക്സാമ്പിൾ പറഞ്ഞേ. നിങ്ങൾ മനസ്സിലൊരു ഗ്യാഷ്യസ് സ്റ്റേറ്റ് വിചാരിച്ച് ഒരു ഗ്യാഷ്യസ് ഫോമിലുള്ള ഒരു എലമെൻറ്റ്. യെസ്, ഹൈഡ്രജൻ. ഗുഡ്സ്. ഹൈഡ്രജൻ. വേറെ എക്സാമ്പിൾ? യെസ്, ഓക്സിജൻ, നൈട്രജൻ. ഇതൊക്കെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ്. പീരിയോഡിക് ടേബിളിൽ 114ഓളം എലമെൻസുകളുണ്ട്. അതിൻ്റെ മേലെ എലമെൻസുകളുണ്ട്. ഇതിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നോർമൽ കണ്ടീഷനിൽ ഗ്യാസായിട്ട് നിൽക്കുന്ന എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? യെസ്, 11 എലമെൻറ്റ്സ്. 11 എലമെൻറ്റ്സ് ആണ്. 11 എലമെൻറ്റ്സ് എക്സിസ്റ്റ് ആസ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഇൻ നോർമൽ കണ്ടീഷൻ. ഓക്കെ, ആ 11 എലമെൻറ്റ്സ് ഏതാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നു. ടെക്സ്റ്റ് ബുക്കിൽ 11 എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിൾ എവിടെ വരുന്നു എന്നുള്ളതും ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അതാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. ആ 11 എലമെൻറ്റ്സ് മൈൻഡിൽ കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഗ്രൂപ്പ് 18 വിളിക്കുന്ന പേരെന്താ? നോബിൾ ഗ്യാസ് ആണ്. ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസ് ആണ്. നോബിൾ ഗ്യാസ് ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റാഡോൺ. നിയോണിൻ്റെ തൊട്ടിപ്പുറത്ത് ഫ്ലൂറിൻ, ഫ്ലൂറിൻ്റെ താഴെ ക്ലോറിൻ, ഫ്ലോറിൻ്റെ പുറത്ത് ഓക്സിജൻ, ഓക്സിജൻ്റെ പുറത്ത് നൈട്രജൻ. 11 എലമെൻറ്റ്സ് എക്സിസ്റ്റ് ആസ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് നോർമൽ കണ്ടീഷൻ. എണ്ണി നോക്കിയാൽ 11 ആയിട്ടില്ല എന്ന്. 1 2 3 4 5 6 7 8 9 10 11 എലമെൻറ്റ്സ് എക്സിസ്റ്റ് ആസ് ഗ്യാസ് ഇൻ നോർമൽ കണ്ടീഷൻ. ഒരു എലമെൻ്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ലെഫ്റ്റിലുള്ളത്. ഹൈഡ്രജൻ്റെ പൊസിഷനിൽ പ്രശ്നമുണ്ട്. ഓക്കെ, സോ 11 എലമെൻറ്റ്സ് എക്സിസ്റ്റ് ആസ് ഗ്യാഷ്യസ് സ്റ്റേറ്റ് നോർമൽ കണ്ടീഷൻ. ഓക്കെ, ആ 11 എലമെൻറ്റ്സുകൾ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ കാണിച്ചു തന്നു. അത് ഓർത്ത് വെക്കാൻ. ഗ്രൂപ്പ് 18, തൊട്ടുപുറത്ത് ഫ്ലോറിൻ, ക്ലോറിൻ, തൊട്ടുപുറത്ത് ഓക്സിജൻ, തൊട്ടുപുറത്ത് നൈട്രജൻ, കുറേ പുറത്ത് ഹൈഡ്രജൻ. ഈ ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ സ്വാധീനിക്കുന്ന ഇമ്പോർട്ടൻ്റ് മെഷറബിൾ പ്രോപ്പർട്ടീസാണ് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, എമൗണ്ട്. ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, എമൗണ്ട്. ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ സ്വാധീനിക്കുന്ന ഇമ്പോർട്ടൻ്റ് മെഷറബിൾ പ്രോപ്പർട്ടീസാണ് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, എമൗണ്ട്. ഈ മെഷറബിൾ പ്രോപ്പർട്ടീസിൻ്റെ യൂണിറ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ മക്കൾ, ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, എമൗണ്ടും ഉണ്ട്, നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മക്കൾ നോക്കിയ ടെമ്പറേച്ചർ ഈസ് റെപ്രസെൻറ്റ് ബൈ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ടി. ടെമ്പറേച്ചറിൻ്റെ സ്കെയിലുകൾ, ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന മെഷറിംഗ് സ്കെയിലുകൾ ഡിഗ്രി സെൽഷ്യസ്, കെൽവിന്, ഡിഗ്രി ഫാരൻഹീറ്റ്. ഇവ തമ്മിലുള്ള റിലേഷൻ എല്ലാവർക്കും അറിയാം. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസും കെൽവിനും തമ്മിലുള്ള ബന്ധം. ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു കെൽവിൻ -273. ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു കെൽവിൻ -273. 273.15 എന്ന് എഴുതിയാൽ കുഴപ്പമില്ല. കറക്റ്റ് എത്രയാണ്? കെൽവിൻ ഈക്വൽ ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു കെൽവിൻ -273.15. കെൽവിൻ ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. കെൽവിൻ ഈക്വൽ ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. മറക്കണ്ട, ഡിഗ്രി സെൽഷ്യസും കെൽവിനും തമ്മിലുള്ള റിലേഷൻ. അപ്പം 0 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ 0 എന്ന് കൊടുത്താൽ അത് 273 കെൽവിൻ ആകും. 0 കെൽവിൻ എന്ന് കൊടുത്താൽ ഇവിടെ 0 കൊടുത്താൽ അത് -273 ഡിഗ്രി സെൽഷ്യസ് ആവും. ഡിഗ്രി സെൽഷ്യസും കെൽവിനും തമ്മിലുള്ള റിലേഷൻ. ഇനി ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റ് സ്കെയിലും തമ്മിലുള്ള റിലേഷൻ. ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 5/9 ഇൻറ്റു ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 5/9 ഇൻറ്റു ഡിഗ്രി ഫാരൻഹീറ്റ് -32. ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 5/9 ഇൻറ്റു ഡിഗ്രി ഫാരൻഹീറ്റ് -32. അതല്ലെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു
9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. അവിടെ ബ്രാക്കറ്റ് ഇല്ല. 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് 0 ഡിഗ്രി സെൽഷ്യസ് എത്ര ഡിഗ്രി ഫാരൻഹീറ്റാണെന്നറിയാൻ ജസ്റ്റ് ഒന്ന് മക്കൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നാം ഡിഗ്രി സെൽഷ്യസിൻ്റെ ഇവിടെ 0 കൊടുക്കുന്നു. അപ്പോൾ ഇത് 0 ആയാൽ 9/5 × 0 മൊത്തം 0 ആയി. അപ്പോൾ ഫാരൻഹീറ്റിൻ്റെ വാല്യൂ 32. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് 32 ഡിഗ്രി ഫാരൻഹീറ്റാണ്. 32 ഡിഗ്രി ഫാരൻഹീറ്റാണ്. ഒരു ചെറിയൊരു പോയിന്റ് കൂടി കാണിച്ചു തരാം. -40 ഡിഗ്രി സെൽഷ്യസ് എത്ര ഡിഗ്രി ഫാരൻഹീറ്റാന്ന് ചോദിച്ചാൽ നമ്മളിവിടെ -40 -40 കൊടുത്താൽ 40യും 5ഉം വെട്ടിയാൽ ഇവിടെ -8. 9 × -8 -72. -72 + 32 -40 തന്നെയാണ്. അപ്പോൾ -40 ഡിഗ്രി സെൽഷ്യസ് -40 ഡിഗ്രി ഫാരൻഹീറ്റ് തന്നെയാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം വർക്കായിട്ട് തരാം. നമ്മളെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസാണ്. അത് ഫാരൻഹീറ്റിക്ക് മാറ്റുമ്പോൾ 98 സംതിങ് ഒക്കെ വരും. അപ്പോൾ ഒരു പനിയൊക്കെ ഉണ്ടായാൽ 100 ഡിഗ്രീൻ്റെ അടുത്തൊക്കെ എത്തും. അത് ഡിഗ്രി സെൽഷ്യസ് അല്ല, ഡിഗ്രി ഫാരൻഹീറ്റാണ്. ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നഴ്സുമാരൊക്കെ ചില ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് 100ൻ്റെ അടുത്തുണ്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നൊക്കെ പറയും. നമ്മൾ അയ്യോ അത് ഡിഗ്രി സെൽഷ്യസ് അല്ല, അത് ഡിഗ്രി ഫാരൻഹീറ്റാണ്. ഓക്കെ. ഇനി പ്രഷറിൻ്റെ യൂണിറ്റുകൾ ATM ഉണ്ട്, ബാർ ഉണ്ട്, പാസ്കൽ ഉണ്ട്, ടോർ ഉണ്ട്. ടോർ തന്നെയാണ് മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. ATM, ബാർ, പാസ്കൽ, ടോർ ഇതൊക്കെ പ്രഷറിൻ്റെ യൂണിറ്റാണ്. ഇവ നമ്മൾ റിലേഷൻസ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. 1 ബാർ ഈസ് ഈക്വൽ ടു, ഒരു ബാർ എന്ന് പറഞ്ഞാൽ 1 ബാർ ഈക്വൽ ടു 10⁵ പാസ്കലാണ്. 1 ബാർ ഈക്വൽ ടു 10⁵ പാസ്കൽ. ഈ പാസ്കലാണ് പ്രഷറിൻ്റെ SI യൂണിറ്റ് കേട്ടോ. പ്രഷറിൻ്റെ SI യൂണിറ്റ് പാസ്കലാണ്. 1 ബാർ ഈക്വൽ ടു 10⁵ പാസ്കൽ. 1 ബാർ ഈക്വൽ ടു 10⁵ പാസ്കലാണ് 1 ബാർ. ഇനി പ്രഷറിൻ്റെ വേറെ യൂണിറ്റാണ് ATM. ATM ബാറും തമ്മിലുള്ള ബന്ധം. ATM ബാർ തമ്മിൽ വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. 1 ATM ഈക്വൽ ടു 1.01325 ബാർ. 1 ATM ഈക്വൽ ടു 1.01325 ബാർ. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആരാ വലുത്? ATM ആണ് കുറച്ച് വലുത്. കാരണം 1നേക്കാളും കുറച്ച് വലിയൊരു സംഖ്യ കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോഴേ ഇതിന് ഈക്വൽ ആവുന്നുള്ളൂ. അപ്പോൾ ATM ആണ് ബാറിനേക്കാളും കുറച്ച് വലുത്. ചില കുട്ടികൾ ക്ലാസ്സിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചാണ്ട് ബാറല്ല വലുത്, ATM ചെറുതല്ലേ എന്ന്. ആ ATM ബാറും അല്ലത്. ATM ബാറിനേക്കാളും കുറച്ച് വലുതാണ്. 1 ബാർ ഈക്വൽ ടു 0.987 ATM. 1 ബാർ ഈക്വൽ ടു 0.987 ATM. ATM ബാർ തമ്മിലുള്ള ബന്ധമാണത്. ഇനി വേറെ പ്രഷറിൻ്റെ വേറെ യൂണിറ്റാണ് ടോർ, അതേപോലെ മില്ലിമീറ്റർ ഓഫ് മെർക്കുറി. 1 ATM ഈക്വൽ ടു 76 സെൻറ്റിമീറ്റർ ഓഫ് മെർക്കുറി ഈക്വൽ ടു 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി ഈക്വൽ ടു, ഈ മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്ന് പറയുന്ന സാധനം തന്നെയാണ് ടോർ. അപ്പം 760 മില്ലിമീറ്റർ ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞാൽ 760 ടോർ. 1 ATM ഈസ് ഈക്വൽ ടു 760 ടോറാണ്. 760 ടോറാണ് 1 ATM. ഓക്കെ. അപ്പം പ്രഷറിൻ്റെ യൂണിറ്റുകളാണ് നാം ഈ പറഞ്ഞിരിക്കുന്നത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ബാരോമീറ്ററാണ്. ഒരു ഗ്യാസിൻ്റെ പ്രഷർ, ഒരു വെസലിൻ്റെ അകത്തുള്ള ഗ്യാസിൻ്റെ പ്രഷർ കാണാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് മാനോമീറ്ററാണ്. വോളിയത്തിൻ്റെ യൂണിറ്റുകൾ മില്ലി ലിറ്റർ ഉണ്ട്, ലിറ്റർ ഉണ്ട്, സെൻറ്റിമീറ്റർ ക്യൂബ് ഉണ്ട്, മീറ്റർ ക്യൂബ് ഉണ്ട്. ജനിയർ 1 ലിറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്ററാണ്. 1000 എന്ന് കാണിക്കാൻ 10⁻³ ഉപയോഗിച്ചാൽ മതി. 1 ലിറ്റർ ഈക്വൽ ടു 10⁻³ മില്ലി ലിറ്റർ ഈക്വൽ ടു, എൻ്റെ മക്കൾ മില്ലി ലിറ്ററും സെൻറ്റിമീറ്റർ ക്യൂബും ഒരേ അളവാണ്. അപ്പോൾ 10⁻³ മില്ലി ലിറ്റർ എന്ന് പറയുമ്പോൾ 10⁻³ സെൻറ്റിമീറ്റർ ക്യൂബ് ഈക്വൽ ടു
10⁻³ meter cube. 1 liter equal to 10⁻³ milliliter equal to 10⁻³ centimeter cube equal to 10⁻³ meter cube equal to 1 dm cube. 1 liter 1 decimeter cube ആണ്. 1 ലിറ്റർ തന്നെയാണ് 1 ഡെസിമീറ്റർ ക്യൂബ്. 1 ലിറ്റർ തന്നെയാണ് 1 ഡെസിമീറ്റർ ക്യൂബ്. 1 ലിറ്റർ ഡെസിമീറ്റർ ക്യൂബ് ലിറ്ററും ഒരേ അളവാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും ജോലിയൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേൾക്കണം. കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾ കേൾക്കണം. കേൾക്കണം എന്ന് മാത്രമല്ല, ഭാസ്കരേട്ടൻ്റെ കടയിൽ പോയിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞാൽ ഭാസ്കരേട്ടനെ ഒന്ന് ഞെട്ടിപ്പിക്കുക. 1 ഡെസിമീറ്റർ ക്യൂബ് വെളിച്ചെണ്ണ താ ഭാസ്കരേട്ട. 1 ലിറ്റർ തന്നെയാണത്. 1 ലിറ്റർ 1 ഡെസിമീറ്റർ ക്യൂബാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ യൂണിറ്റുകൾ തന്നിരിക്കുകയാണ്. ഇതിൻ്റെ ബേസിൽ കുറച്ച് പ്രോബ്ലംസുകൾ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ആ സ്കെയിൽ കാണിച്ചു തരാം. ഡിഗ്രി സെൽഷ്യസും കെൽവിനും ഡിഗ്രി ഫാരൻഹീറ്റും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന സ്കെയിലാണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഇതിൻ്റെ യൂണിറ്റുകളും ആ വാല്യൂസുകളും ജസ്റ്റ് ഒന്ന് വേഗം നോട്ട് ചെയ്ത്. ഓക്കെ മക്കൾ, ആ ഡിഗ്രി സെൽഷ്യസും കെൽവിനും ഫാരൻഹീറ്റും നമ്മൾ കുറച്ച് റിലേഷൻസ്. 0 ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റ് ആയിരുന്നു? ആ ഇക്വേഷനിൽ കൊടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. 32 ഡിഗ്രി ഫാരൻഹീറ്റാണ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി ഫാരൻഹീറ്റ് എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന് ചോദിച്ചാൽ -17.78 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിനാണ്? അത് 273 കെൽവിനാണ്. 273.15 എന്ന് പറയാം. 273 കെൽവിൻ ഈക്വൽ ടു 0 ഡിഗ്രി സെൽഷ്യസ് എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 0 കെൽവിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് സീറോ. 0 കെൽവിൻ അബ്സല്യൂട്ട് സീറോ അത് എത്ര ഡിഗ്രി സെൽഷ്യസ്? -273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് എത്ര ഡിഗ്രി ഫാരൻഹീറ്റാ? -459 ഡിഗ്രി ഫാരൻഹീറ്റാ. ഇക്വേഷനിൽ കൊടുത്താൽ അങ്ങ് കിട്ടും. ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് എത്ര കെൽവിനാ? 273 + 37. 273 + 37 കെൽവിനാണ്. അത് എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ. നിങ്ങൾക്കുള്ള ഹോംവർക്ക്, ഹോംവർക്ക് ഫോർ യു, ദ ഹോംവർക്ക് ഈസ് ഹോംവർക്ക് -40 ഡിഗ്രി സെൽഷ്യസ് -40 ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു എത്ര ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്ന്. -40 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു ഡാഷ് ഡിഗ്രി ഫാരൻഹീറ്റ്. ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. ഓക്കെ, ഉത്തരം -40 തന്നെയാണ് കിട്ടുക. കിട്ടുന്നില്ലെങ്കിൽ കിട്ടുന്നവരെ തെറ്റാതെ ഇക്വേഷനിൽ കൊടുത്ത് ചെയ്യുക. -40 ഡിഗ്രി സെൽഷ്യസ് -40 ഡിഗ്രി ഫാരൻഹീറ്റ് തന്നെയാണ് വരിക. ഓക്കെ മക്കൾ, അപ്പോൾ നമ്മൾ മെഷറബിൾ പ്രോപ്പർട്ടീസുകൾ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് മെഷറബിൾ പ്രോപ്പർട്ടീസ് ആണ്? ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം. ഇനി എമൗണ്ട് എന്ന് പറഞ്ഞൊരു മെഷറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റ് കഴിഞ്ഞു. എമൗണ്ട് അഥവാ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്ന മാസ് വെയിറ്റ് ഡിവൈഡ് ബൈ മോളാർ മാസ്. നമ്മൾ മോൾ കോൺസെപ്റ്റിൽ പഠിച്ചതാണ്. നമ്പർ ഓഫ് മോൾ ഈക്വൽ ടു വെയിറ്റ് ഡിവൈഡ് ബൈ മോളാർ മാസ്. തന്നിരിക്കുന്ന മാസ് ഡിവൈഡ് ബൈ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്, നമ്പർ ഓഫ് മോൾ. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ മെഷറബിൾ പ്രോപ്പർട്ടീസ് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, എമൗണ്ട്, ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ സ്വാധീനിക്കുന്ന ഇമ്പോർട്ടൻറ്റ് മെഷറബിൾ പ്രോപ്പർട്ടീസ്. ഈ മെഷറബിൾ പ്രോപ്പർട്ടീസുകൾ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ്, ടെമ്പറേച്ചർ കൂട്ടിയാൽ പ്രഷറിൽ എന്ത് മാറ്റം വരും, ടെമ്പറേച്ചർ കൂട്ടിയാൽ വോളിയത്തിൽ എന്ത് മാറ്റം വരും, ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഗ്യാസിൽ എമൗണ്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ മാറുന്നില്ലെങ്കിൽ വോളിയവും പ്രഷറും തമ്മിൽ എങ്ങനെ മാറിക്കളിക്കും, അല്ലെങ്കിൽ പ്രഷർ കോൺസ്റ്റൻ്റായി നിർത്തിയാൽ വോളിയം ടെമ്പറേച്ചറും തമ്മിൽ പരസ്പരം എങ്ങനെ മാറിക്കളിക്കും എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചില നിയമങ്ങൾ അഥവാ ഈ മെഷറബിൾ പ്രോപ്പർട്ടീസുകൾ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതാണ് ഡിഫറെൻ്റ് ഗ്യാസ് ലോസ്, വാതക നിയമങ്ങൾ. ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെഷറബിൾ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെൻ്റ് ഗ്യാസ് ലോസ്. നാം ഇനി ഗ്യാസ് ലോകളെ കുറിച്ച് പഠിക്കാൻ പോവുക, വാതക നിയമങ്ങൾ. ഓക്കെ, ഗ്യാസ് ലോസ്, വാതക നിയമങ്ങൾ.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെഷറബിൾ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള ഇന്റർ റിലേഷൻഷിപ്പ് ആൻഡ് ഡിഫറെൻറ്റ് ഗ്യാസ് ലോസ്. അപ്പോൾ ഹെഡിങ് എഴുതി നോട്ട് ചെയ്ത് ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെഷറബിൾ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെൻറ്റ് ഗ്യാസ് ലോസ്. ഏതൊക്കെ ഗ്യാസ് ലോ നമുക്ക് പഠിക്കണം ചോദിച്ചാൽ ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗാലുസാക്സ് ലോ, അവഗാഡ്രോസ് ലോ. ഈ നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ മുമ്പ് എൻ്റെ മക്കൾക്ക് കുറച്ചൊരു കോമൺ സെൻസ് ആയിട്ടുള്ള കുറച്ച് ഐഡിയകൾ വേണം. ഒരു കണ്ടെയ്നറിൽ നാം ഗ്യാസ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സിറിഞ്ചിൻ്റെ അകത്തൊരു എയർ എടുത്തിട്ട് ഗ്യാസ് എടുത്തിട്ട് നാം അതിൻ്റെ പിസ്റ്റൺ അമർത്തിയാൽ അഥവാ ഫോഴ്സ് കൊടുത്താൽ, ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ പ്രഷർ. അപ്പോൾ നാം പ്രഷർ കൂട്ടിക്കൊടുത്താൽ ആ പിസ്റ്റൺ ഇങ്ങനെ അമരും, അഥവാ പിസ്റ്റൺ കുറച്ചൊന്ന് അമരും. അപ്പോൾ അതിൻ്റെ അകത്ത് വോളിയം കൂടുകയോ കുറയും. അപ്പോൾ കോമൺ സെൻസ് ആയിട്ട് നമുക്ക് കുറച്ച് ഐഡിയ വേണം. പ്രഷർ കൂട്ടിക്കൊടുത്താൽ ഗ്യാസിൻ്റെ വോളിയം കുറയും. അപ്പം പ്രഷറും വോളിയവും ഇൻവേഴ്സിലി ആണ്. ഇനി ഒരു ഗ്യാസിനെ നാം ഹീറ്റ് ചെയ്താൽ മോളിക്യൂൾസ് അകന്ന് നിൽക്കും. അപ്പോൾ അതിൻ്റെ വോളിയം കൂടും. ടെമ്പറേച്ചറും വോളിയവും ഡയറക്റ്റ്ലി ആണ്. ഇങ്ങനെ കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇനി കൂടുതൽ ഗ്യാസ് അതിൻ്റെ അകത്തേക്ക് നിറച്ചാൽ നമ്പർ ഓഫ് മോൾ കൂട്ടിയാൽ, എമൗണ്ട് കൂട്ടിയാൽ അതിൻ്റെ വോളിയം കൂടും. ഇനി വോളിയം കൂടാതെ എമൗണ്ട് കൂട്ടിയാൽ പ്രഷർ കൂടും. ഇങ്ങനെ കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ ഗ്യാസ് ലോകൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അതിൻ്റെ പ്രോബ്ലംസുകൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ആ ടാസ്ക് നമ്മൾ ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. സോ ഈ ഹെഡിങ്ങും ഈ പോയിന്റുകളും ജസ്റ്റ് ഒന്ന് വേഗം നോട്ട് ചെയ്ത് നമുക്ക് 3 ഗ്യാസ് ലോ, ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗാലുസാക്സ് ലോ, 3 നമുക്ക് ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗാലുസാക്സ് ലോ, ആ 3 ലോയും ഒരുമിച്ചൊന്ന് ഞാൻ എക്സ്പ്ലനേഷൻ തരികയാണ്. ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗാലുസാക്സ് ലോ, ഇതൊക്കെ സയൻസിൻ്റെ പേരാണ്. റോബർട്ട് ബോയിൽ, ജാക്കോസ് ചാൾസ്, ഗാലുസാക്ക്. ബോയിൽസ് ലോ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രഷർ കൂട്ടിയാൽ ആ ഗ്യാസിൻ്റെ വോളിയം കുറയും. അപ്പോൾ പ്രഷറും വോളിയം ഡയറക്റ്റ്ലി ആണ്, ഇൻവേഴ്സിലി ആണ്, അഥവാ ഡയറക്റ്റ്ലി ടു 1/v ആണ്. ഇപ്പോൾ പ്രഷറും വോളിയം ഇൻവേഴ്സിലി ആണ്. അപ്പോൾ ഒരു കണ്ടെയ്നറിൻ്റെ അകത്തുള്ള ഗ്യാസിന് നമ്മൾ പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയുന്നു. അപ്പോൾ ഗ്യാസിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് മോൾ മാറുന്നില്ല, n കോൺസ്റ്റൻറ്റ്, ടെമ്പറേച്ചറും മാറുന്നില്ല, ടിയും കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടെമ്പറേച്ചറും നമ്പർ ഓഫ് മോളും കോൺസ്റ്റൻ്റ് ആകുമ്പോൾ പ്രഷറും വോളിയവും ഇൻവേഴ്സിലി. ക്ലിയർ അല്ലേ? ഇനി പ്രഷർ മാറുന്നില്ല, ഒരു കണ്ടെയ്നറിലെ ഗ്യാസിൻ്റെ അകത്തുള്ള പ്രഷർ മാറുന്നില്ല, എമൗണ്ടും മാറുന്നില്ല, നമ്പർ ഓഫ് മോളും കോൺസ്റ്റൻറ്റ്. നാം അതിനെ ചൂടാക്കിയാൽ പ്രഷർ മാറാതിരിക്കണമെങ്കിൽ അതിൻ്റെ വോളിയം കൂടണം. വോളിയം കൂടുന്നില്ലെങ്കിൽ പ്രഷർ കൂടും. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ്, മോളിക്യൂൾസ് അകന്ന് നിൽക്കുന്നു, വോളിയം കൂടുന്നു. അപ്പോൾ പ്രഷർ മാറില്ല. വോളിയവും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി. ടെമ്പറേച്ചർ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിഗ്രി സെൽഷ്യസിക്ക് ആണ് ടെമ്പറേച്ചർ തന്നതെങ്കിൽ നാം കെൽവിൻക്ക് മാറ്റണം, അബ്സല്യൂട്ട് ടെമ്പറേച്ചർക്ക് മാറ്റണം. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറാണ്. ഓക്കെ, ഇനി വോളിയം കോൺസ്റ്റൻ്റായി നിർത്തിയാൽ പിന്നെ ടെമ്പറേച്ചർ കൂട്ടിയാൽ പ്രഷറാണ് കൂടുക. ഓക്കെ, പ്രഷറും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി ആണ്. ഈ 3 ലോയും ജസ്റ്റ് ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. പ്രഷർ ഇൻക്രീസസ്, വോളിയം ഡിക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസസ്, വോളിയം ഇൻക്രീസസ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ. ഇനി വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസസ്, പ്രഷർ ഇൻക്രീസസ്. ബോയിൽസ് ലോ, പ്രഷറും വോളിയം ഇൻവേഴ്സിലി. അപ്പോൾ ഈ ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇവിടെ നോക്കി പറയാം. അറ്റ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് എ ഗ്യാസ്, എമൗണ്ട് ഫിക്സഡ് ആണെങ്കിൽ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദ പ്രഷർ വേരീസ് ഇൻവേഴ്സിലി വിത്ത് വോളിയം. ഇവിടെ നോക്കൂ, ഫോർ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് എ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ ദ വോളിയം വേരീസ് ഡയറക്റ്റ്ലി വിത്ത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഫോർ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് എ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വോളിയം ദ പ്രഷർ വേരീസ് ഡയറക്റ്റ്ലി വിത്ത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ആ 3 ഡെഫിനിഷനാണ് ഈ എഴുതിയത്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് നോക്കൂ. P പ്രപ്പോർഷണൽ ടു 1/v, ഇൻവേഴ്സിലി ആണ് പ്രപ്പോർഷണൽ. അപ്പോൾ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഈക്വൽ ടു കൊടുക്കണമെങ്കിൽ കോൺസ്റ്റൻ്റ് കൊണ്ട് ഗുണിക്കണം. സോ P is equal to കോൺസ്റ്റൻ്റ് ഇൻറ്റു 1/v, വേർ K എന്ന് പറയുന്നത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്.
പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ഓക്കെ, പി സി ഈക്വൽ ടു കെ ഇൻറ്റു 1/v. അപ്പോൾ നമ്മൾ വീനെ പുറത്ത് കൊണ്ടുവന്നാൽ പി വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഈ ഇക്വേഷൻ, അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രഷറും വോളിയം ഇൻവേഴ്സിലിയാണ്, പ്രഷറും വോളിയവും ഇൻവേഴ്സിലിയാണ്. അപ്പോൾ ഇക്വേഷൻ തിരിഞ്ഞു വരും. P1/P2 ആദ്യത്തെ പ്രഷർ ബൈ രണ്ടാമത്തെ പ്രഷർ ഈക്വൽ ടു രണ്ടാമത്തെ വോളിയം ബൈ ആദ്യത്തെ വോളിയം. നാം ആദ്യം ഒരു പ്രഷർ കൊടുത്തു, അപ്പോഴുള്ള വോളിയം നോക്കി, വീണ്ടും പ്രഷർ കൂട്ടി, അപ്പോഴുള്ള വോളിയം നോക്കി, എങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ ഇൻവേഴ്സിലി ആയിരിക്കും. ഈ P1/P2 ഈക്വൽ ടു V2/V1. അതാണ് പ്രഷറും വോളിയം ഇൻവേഴ്സില എന്ന് പറയുന്നത്. P1/P2 ഈക്വൽ ടു V2/V1. ഡയറക്റ്റ്ലി ആണെങ്കിൽ P1/P2 ഈക്വൽ ടു V1/V2 ആവണം ഇൻവേഴ്സിൽ. അപ്പോൾ ഇക്വേഷൻ മറക്കണ്ട, പ്രഷറും വോളിയം ഇൻവേഴ്സിലി ആയതുകൊണ്ട് P1/P2 ഈക്വൽ ടു V2/V1, P1/P2 ഈക്വൽ ടു V2/V1, P1/P2 ഈക്വൽ ടു V2/V1, പ്രഷറും വോളിയം ഇൻവേഴ്സിലി ആയതുകൊണ്ട്. ഇനി വോളിയം ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി. സോ V ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു T, V/T ഈക്വൽ ടു K. വോളിയം ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി അല്ലേ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം തന്നെ പറയാലോ, V1/V2 ഈക്വൽ ടു T1/T2. ഡയറക്റ്റ്ലി ആകുമ്പോൾ അങ്ങനെയാണ്, V1/V2 ഈക്വൽ ടു T1/T2. P പ്രപ്പോർഷണൽ ടു T, P C ഈക്വൽ ടു K ഇൻറ്റു T, P/T ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. പ്രഷറും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി ആയതുകൊണ്ട് P1/P2 ഈക്വൽ ടു T1/T2. ഉണ്ടാ, P1/P2 ഈക്വൽ ടു T1/T2, V1/V2 ഈക്വൽ ടു T1/T2, P1/P2 ഈക്വൽ ടു V2/V1. തിരിഞ്ഞു വരും ഇൻവേഴ്സിലി. ഓക്കെ, ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗാലുസാക്സ് ലോ പ്രോബ്ലം ചെയ്യുന്നത് കാണിച്ചുതരാം. അതിൻ്റെ മുമ്പ് ഈ പ്രഷറും വോളിയം തമ്മിലുള്ള ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ബോയിൽസ് ലോൻ്റെ ഗ്രാഫും ചാൾസ് ലോൻ്റെ ഗ്രാഫും ഗാലുസാക്സ് ലോൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത് വേഗം നോട്ട് ചെയ്തെടുത്ത്. ഓക്കെ മക്കൾ, നാം ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗാലുസാക്സ് ലോൻ്റെ 3 ലോയുടെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോയിൽസ് ലോൻ്റെ ഗ്രാഫ്, ബോയിൽസ് ലോ സംഭവിക്കുമ്പോൾ പ്രഷറും വോളിയമാണ് മാറുന്നത്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ വരയ്ക്കുന്ന ഗ്രാഫുകൾ പറയുന്ന പേരാണ് ഐസോതേം. മറക്കണ്ട, ഐസോതേം. തേം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ഐസോ എന്ന് പറഞ്ഞാൽ സെയിം. അപ്പോൾ ടെമ്പറേച്ചർ സെയിം ആയ ഗ്രാഫ്, ടെമ്പറേച്ചർ മാറാത്ത ഗ്രാഫ്, ഐസോതേം. ദ ഗ്രാഫ് ഡ്രോൺ അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. ഐസോബാർ, ചാൾസ് ലോയിൽ പ്രഷർ കോൺസ്റ്റൻ്റാണ്, ദ ഗ്രാഫ് ഡ്രോൺ അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ. ഐസോകോർ, കോർ CHORE, വോളിയം എന്നാണ്, ദ ഗ്രാഫ് ഡ്രോൺ അറ്റ് എ കോൺസ്റ്റൻറ്റ് വോളിയം. നമുക്ക് ഐസോതേമുകൾ വരയ്ക്കാം. ഞാനൊരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കും, നോക്കിക്കോ. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇവിടെ പ്രഷർ എഗെയിൻസ്റ്റ് വോളിയം, പ്രഷർ എഗെയിൻസ്റ്റ് വോളിയം. ഞാൻ ഇതിലൊരു ഗ്രാഫ് വരയ്ക്കാൻ പോവാം. പ്രഷറും വോളിയം ഡയറക്റ്റ്ലി ആണ്, ഇൻവേഴ്സിലി ആണോ? യെസ്, ഇൻവേഴ്സിലി ആണ്. അപ്പം പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു, പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു, പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടുന്നു. ദിസ് ഈസ് ദ ഐസോതേം അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ T1, അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ T1. ഇതൊരു ഐസോതേമാണ്. ഇനി ഞാൻ ഐസോ ബാർ വരച്ചുതരാം. ഐസോ ബാർ, ദ ഗ്രാഫ് ഡ്രോൺ അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, വോളിയം, സോറി, വൈ ആക്സിസിൽ വോളിയം. എക്സ് ആക്സിസിൽ ഞാൻ എടുക്കുന്നത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിൽ എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ഞാൻ 0 കെൽവിൻ എന്ന് മാർക്ക് ചെയ്യുകയാണ്. 0 കെൽവിൻ. ഓക്കെ എന്ന് വായിക്കേണ്ട, 0 കെൽവിൻ. വോളിയം ടെമ്പറേച്ചറും ഡയറക്റ്റ്ലിയാണ്, വോളിയം ടെമ്പറേച്ചർ ഡയറക്റ്റ്ലിയാണ്. അപ്പോൾ ഇങ്ങോട്ട് നോക്കൂ, ടെമ്പറേച്ചർ ഇൻക്രീസസ്, വോളിയം ഇൻക്രീസസ്, ഇങ്ങനെ ഡയറക്റ്റ്ലി ഗ്രാഫ്. എന്തിനാണ് ഈ ഡോട്ട് ഇട്ടത് എന്നായിരിക്കും നിങ്ങളെ സംശയം. അഥവാ 0 കെൽവിൻക്കൊന്നും ടെമ്പറേച്ചർ കുറച്ചുകൊണ്ടുവരാൻ കഴിയില്ല, അതൊരു ഇമാജിനറി കണ്ടീഷനാണ്, അതാണ് ഡോട്ട് ഇട്ടത്. അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ P1, ഒരു P1 എന്ന് പറയുന്ന ഒരു പ്രഷറിലാണ്, ഒരു പ്രത്യേക പ്രഷറിലാണ് അത് നടന്നത്. അല്ലെങ്കിൽ അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ T, അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ P. ഇതാണ് ഐസോബാർ. ഐസോബാർ ഇതേപോലെ തന്നെയാണ് ഗാലുസാക്സിലും ഉണ്ടാവുക. ഐസോകോർ, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ ഞാൻ ടെമ്പറേച്ചർ, ഇത് 0 കെൽവിൻ.
വൈ ആക്സിലുള്ള റിലേഷൻ അല്ലേ ഗാലുസാക്സിലോ? വോളിയത്തിന് പകരം പ്രഷർ വരും. അപ്പോൾ പ്രഷറും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി ആണ്. പ്രഷറും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി. ചാൾസ് ലോനെ പോലെ തന്നെ അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം വി. ഈ മൂന്ന് ഗ്രാഫ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗാലുസാക്സ് ലോ. പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി, വോളിയം ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി, പ്രഷറും ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, പ്രഷർ കോൺസ്റ്റന്റ്, വോളിയം കോൺസ്റ്റന്റ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയ ഗ്രാഫാണ് ഐസോതേർം, പ്രഷർ കോൺസ്റ്റന്റ് ആയ ഗ്രാഫാണ് ഐസോബാർ, വോളിയം കോൺസ്റ്റന്റ് ആയ ഗ്രാഫാണ് ഐസോകോർ. ഇനി നിങ്ങോട്ട് പരീക്ഷയ്ക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ളതാണ്. ഇതിൽ വേറൊരു ഗ്രാഫും കൂടി ഇങ്ങനെ തന്നു. ശ്രദ്ധിക്കണം, 2 ഐസോതേർം ഉണ്ട്. ഇപ്പം ഇവിടെ 2 ഐസോതേർം ഉണ്ട്. ദീസ് ഐസോതേർം ഈസ് അറ്റ് എ ടെമ്പറേച്ചർ ടി. അറ്റ് എ ടെമ്പറേച്ചർ ടി. ഇത് വേറൊരു ടെമ്പറേച്ചറാണ് എങ്കിൽ ഈ 2 ഐസോതേർമിൽ ഏത് ടെമ്പറേച്ചറാണ് വലിയ ടെമ്പറേച്ചർ എന്ന് ചോദിക്കും. ഈ ഗ്രാഫ് ഉള്ളത് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടി, ഇത് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ടി. അപ്പം ഞാൻ ഈ ടിയെ, ഈ റെഡ് ടിയെ T1 എന്നും മറ്റതിനെ ഞാൻ T2 എന്നും മാർക്ക് ചെയ്യുകയാണ്. T2 ഏതാണ് വലിയ ടെമ്പറേച്ചർ, T1 ആണോ T2 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ അത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഈ ഒരു പ്രഷറിൽ ഈ ഗ്രാഫിലെ വോളിയം ഇവിടെയാണ്, എന്നാൽ അതേ പ്രഷറിൽ മറ്റേ ഗ്രാഫിൻ്റെ വോളിയം ഇവിടെയാണ്. അപ്പോൾ ഈ T2 ടെമ്പറേച്ചറിലാണ് വോളിയം കൂടുന്നത്. വോളിയം കൂടാൻ കാരണം ഇത് വലിയ ടെമ്പറേച്ചർ ആയതുകൊണ്ടാണ്. അപ്പോൾ മുകളിലത്തെ ആ ടെമ്പറേച്ചർ ദാറ്റ് T2 ഈസ് ഗ്രേറ്റർ ദാൻ T1, വലിയ ടെമ്പറേച്ചർ. ഇനി അതിൻ്റെ മുകളിൽ വേറെ ഗ്രാഫ് വരച്ചാൽ അത് അതിനേക്കാളും വലിയ ടെമ്പറേച്ചറിലെ ഗ്രാഫായിരിക്കും. അതേപോലെ ഈ പ്രഷറിനെ P1 എന്ന് മാർക്ക് ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ അകത്ത് വേറൊരു ഐസോബാർ വരയ്ക്കുകയാണ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ P2. ഏതാണ് വലിയ പ്രഷർ എന്ന് ചോദിച്ചാൽ പ്രഷർ കൂടിയാൽ വോളിയം കുറയും. അപ്പം കണ്ടോ, രണ്ടാമത്തെ ഗ്രാഫിലാണ് വോളിയം കുറയുന്നത്. അതേ ടെമ്പറേച്ചറിൽ മുകളിലത്തെ ഗ്രാഫിന് വോളിയം കൂടുതലാണ്. വോളിയം ഇങ്ങോട്ടാണ് വോളിയം കൂടുതലാണ്. ഈ ഗ്രാഫിൽ വോളിയം കുറവാണ്. അപ്പോൾ വോളിയം കുറയാൻ കാരണം ഇത് വലിയ പ്രഷർ ആയതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത് അടിയത്തെ ഗ്രാഫ് P2 ഗ്രേറ്റർ ദാൻ P1. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇത് V2 മറ്റത് V1 ആണെങ്കിൽ V2 V1 ആണെങ്കിൽ V2 ഗ്രേറ്റർ ദാൻ V1. ഓക്കെ. അപ്പോൾ ഐസോതേർം, ഐസോബാർ, ഐസോകോർ. ഇനി നമുക്ക് ഇതിൽ വേറെയും ഐസോതേർമുകൾ ബോയിൽസ് ലോയിൽ തന്നെ വരയ്ക്കാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇത് പ്രഷർ അഗെയിൻസ്റ്റ് വോളിയാണ്. ഇനി പ്രഷർ അഗെയിൻസ്റ്റ് 1/v ഗ്രാഫ്. പ്രഷർ അഗെയിൻസ്റ്റ് 1/v. പ്രഷറും 1/vയും ഡയറക്റ്റ്ലിയാണ്. ദിസ് ഈസ് ദ ഗ്രാഫ്. പ്രഷർ ഈസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ടു 1/v. ഇനി വേറെ ഗ്രാഫ് വരയ്ക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രഷർ അഗെയിൻസ്റ്റ് PV ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. PV മാറൂല. ദ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. പ്രഷർ എത്ര ചേഞ്ച് ചെയ്താലും PV കോൺസ്റ്റൻ്റ് ആയിരിക്കും. പ്രഷർ അഗെയിൻസ്റ്റ് PV ഗ്രാഫ്. ഓക്കെ. ഇനി ഇവിടെ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ പെടുത്താൻ പോകുന്നത് ഗ്രാഫ് ഈ സെയിം ഗ്രാഫ് തന്നെയാണ്, പക്ഷേ വളരെ രസകരമായൊരു കോൺസെപ്റ്റ്. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. ദിസ് പോയിന്റ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. അപ്പോൾ ഇത് 0 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും -273 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവുക. അതല്ലേ 0, അതാണ് ഈ 0 കെൽവിൻ. അപ്പം ഞാനൊരു ഗ്രാഫിൻ്റെ ടെമ്പറേച്ചറും നമുക്കറിയാം 0 കെൽവിൻ ആകുമ്പോൾ വോളിയം 0 ആവും, അല്ലാതെ 0 ഡിഗ്രി ആകുമ്പോഴല്ല. അപ്പോൾ ഈ ആക്സിസ് എക്സ് ആക്സിസ് ടെമ്പറേച്ചർ, വൈ ആക്സിസ് വോളിയം. നമ്മളെ ഗ്രാഫ് ഇതാ ഇങ്ങനെ കിട്ടുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസസ്, വോളിയം ഈസ് ഓൾസോ ഇൻക്രീസസ്. അങ്ങനെ മൈനസ്ക്ക് ടെമ്പറേച്ചർ വന്നാൽ നോക്കിയാണ്ട, -ഡിഗ്രി സെൽഷ്യസ്ക്ക് ടെമ്പറേച്ചർ വരുമ്പോൾ ശ്രദ്ധിക്കണം, മൈനസ് ഡിഗ്രി സെൽഷ്യസ്ക്ക് ടെമ്പറേച്ചർ വരുമ്പോൾ
അങ്ങനെ പോയി 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 ആ ഗ്യാസ് എവിടെ ടെമ്പറേച്ചർ കുറച്ച് മാക്സിമം കുറച്ചു. ഇനി ടെമ്പറേച്ചർ കുറക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ സ്കെയിലെടുത്ത് ഡോട്ടിട്ട് വരച്ചു നോക്കിയപ്പോൾ അത് എവിടെ വന്ന് തട്ടി? -273°C വന്ന് തട്ടി. അതാണ് ഈ ടെമ്പറേച്ചർ. അതാണ് 0 കെൽവിൻ. 0 കെൽവിൻ വളരെ വ്യക്തമാണ്. ഇതിഞ്ഞ് വേറെ ഗ്യാസ് വരച്ചാലും അങ്ങനെ വരുള്ളൂ. 0 കെൽവിൽ എത്തുമ്പോഴാണ് വോളിയം 0 ആവുന്നത്. അപ്പോൾ 0 കെൽവിൻ അഥവാ -273°C എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ തിയററ്റിക്കലി പോസിബിൾ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എനി ഗ്യാസ് ഹാവ് നോ വോളിയം. ഏതൊരു ഗ്യാസിനും വോളിയം ഇല്ലാത്ത, വോളിയം 0 ആവുന്ന ടെമ്പറേച്ചറാണ് 0 കെൽവിൻ. അതുകൊണ്ടാണ് 0 കെൽവിനെ അബ്സല്യൂട്ട് 0 എന്ന് പറയുന്നത്. എന്ത് 0? അബ്സല്യൂട്ട് 0. ഞാനൊന്ന് ഇത് മായ്ച്ചിട്ട് അബ്സല്യൂട്ട് 0 ഡെഫിനേഷൻ എഴുതി തരാം. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, 0°C ആവുമ്പോൾ അതിന് വോളിയം 0 അല്ല, ഇവിടെ ഒരു വോളിയം ഉണ്ട്. പിന്നെ ടെമ്പറേച്ചർ കുറഞ്ഞ് മൈനസ്ക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ വോളിയം കുറഞ്ഞ് അവസാനം നമ്മൾ സ്കെയിലെടുത്ത് വരച്ചു നോക്കിയപ്പോൾ വന്ന് തട്ടിയ ടെമ്പറേച്ചർ -273°C ആണ്. അപ്പോൾ അതാണ് ഏറ്റവും പോസിബിളായ ചെറിയ ടെമ്പറേച്ചർ. അതാണ് 0 കെൽവിൻ എന്ന് പറഞ്ഞ കെൽവിൻ സ്കെയിലാക്കി എടുത്തത്. സോ ദാറ്റ് ഈസ് ദ അബ്സല്യൂട്ട് 0. സോ അബ്സല്യൂട്ട് 0 ഈസ് ദ തിയററ്റിക്കലി പോസിബിൾ ടെമ്പറേച്ചർ അറ്റ് വിച്ച് any gas have no volume. Absolute 0. Absolute 0. -273°C 0 കെൽവിൻ. അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ എഴുതി തരാം. അപ്പോൾ അതുകൊണ്ടാണ് കെൽവിൻ സ്കെയിലും °C ഒരു -273 ഡിഫറൻസ് ഉണ്ടായത്. ഓക്കെ, ഇതിൻ്റെ ബേസിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നമുക്ക് മുന്നോട്ട് വെക്കാം. ഈ ഗ്രാഫ് നമുക്ക് അങ്ങനെ തന്നെ വരക്കാം. y ആക്സിസ് പ്രഷർ, ദിസ് ഈസ് ടെമ്പറേച്ചർ 0°C. ഗ്രാഫ് വന്നാൽ -273°C വന്ന് മുട്ടും. അത്രേ ഉള്ളൂ. സോ ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗാലുസാക്സ് ലോ. ഓക്കെ, ഇത് വേഗം നോട്ട് ചെയ്തെടുത്തേ. ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ വേഗം നോട്ട് ചെയ്തേ. ഇത് ഈ കോളങ്ങളിൽ ഇനിയും നമുക്ക് എഴുതാനുണ്ട്, വേഗം നോട്ട് ചെയ്തേ. ഇപ്പോൾ ബോയിൽസ് ലോ, ചാൾസ് ലോയിൽ അബ്സല്യൂട്ട് 0ൻ്റെ ഡെഫിനേഷൻ എഴുതിക്കോളൂ. ആ ഗ്രാഫ് നേരത്തെ ക്ലിയർ അല്ലെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. -273°C എത്തുമ്പോൾ വോളിയം കുറഞ്ഞ് വോളിയം ഉണ്ടാവില്ല. അതാണ് 0 കെൽവിൻ. ആ ടെമ്പറേച്ചറിനെ പറയുന്നത് അബ്സല്യൂട്ട് 0. ഡെഫിനിഷൻ: ദ തിയററ്റിക്കലി പോസിബിൾ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എനി ഗ്യാസ് ഹാവ് നോ വോളിയം. എനി ഗ്യാസ് ഹാവ് നോ വോളിയം, അതാണ് അബ്സല്യൂട്ട് 0. അബ്സല്യൂട്ട് 0. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി എൻ്റെ മക്കൾ, ബോയിൽസ് ലോൻ്റെ ഭാഗത്ത് ഒരു ചെറിയ പോയിന്റ് ഞാൻ തരികയാണ്, നോട്ട്സ് ശ്രദ്ധിക്കാൻ. അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ, പ്രഷർ P ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡെൻസിറ്റി. മറക്കണ്ട, അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡെൻസിറ്റി. P പ്രപ്പോർഷണൽ ടു ഡെൻസിറ്റി. ദാറ്റ് ഈസ്, ആയതുകൊണ്ട് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്, ദ എയർ ജസ്റ്റ് അബോവ് സീ ലെവൽ. സീ ലെവലിന് തൊട്ട് മുകളിൽ കാണുന്ന എയർ ഇസ് മോർ ഡെൻസർ. അത് ഏത് ലോൻ്റെ ബേസിലാണ്? എന്തുകൊണ്ട്? സീ ലെവലിൽ കാണുന്ന എയർ നല്ല ഡെൻസർ ആയിരിക്കും, കാരണം അവിടെ പ്രഷർ കൂടുതലാണ്. മുകൾക്ക് പോകും തോറാണ് പ്രഷർ കുറയുക, അപ്പോൾ ഡെൻസിറ്റിയും കുറയും. അങ്ങനെ ഡെൻസിറ്റി മുകളിൽ വളരെ കുറവായിരിക്കും, പ്രഷർ കുറവായതുകൊണ്ട്. പ്രഷർ താഴെയാണ് കൂടുതൽ. അപ്പോൾ സീ ലെവൽ, സമുദ്രനിരപ്പിന് മുകളിലത്തെ എയർ നല്ല ഡെൻസർ ആയിരിക്കും. ബിക്കോസ് പ്രഷർ ഈസ് പ്രപ്പോർഷണൽ ടു ഡെൻസിറ്റി അക്കോർഡിംഗ് ടു ബോയിൽസ് ലോ. Therefore that is air just above sea level is more denser. The air just above sea level is more denser according to Boyle's law. ഓക്കെ, ഗാലുസാക്സ് ലോൻ്റെ ബേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, വാഹനങ്ങളുടെ ടയറുകളിൽ വേനൽക്കാലത്ത് കൂടുതൽ എയർ നിറക്കരുത്. കാരണം എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ കൂടും. ആ ടയറിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രഷർ വന്നാൽ ടയർ പൊട്ടിപ്പോവും. അല്ലാതെ ടയറിൻ്റെ വോളിയം കൂടൂല. ടയർ ഇങ്ങനെ ബലൂൺ വീർക്കണ മാതിരി വീർക്കൂല. പ്രഷർ കൂടിയാലാണ്, ടയറിൻ്റെ പ്രഷറാണ് നമ്മൾ ചെക്ക് ചെയ്യുക. കാറ്റടിക്കണം, കാറ്റ് കുറക്കണം എന്നൊക്കെ ചെക്ക് ചെയ്യാൻ. അപ്പോൾ ടയേഴ്സ് ഓഫ് ഓട്ടോമൊബൈൽ ലെസ് ഇൻഫ്ലേറ്റഡ്
ഡ്യൂറിങ് സമ്മർ. അത് ഗാലുസാക്സോൻ്റെ അപ്ലിക്കേഷനാണ്. ഡ്യൂറിങ് സമ്മർ. ഇഫ് അതർവൈസ് ഇറ്റ് മേ ബേസ്റ്റ്, അത് പൊട്ടിപ്പോവും. അതർവൈസ് ഇറ്റ് മേ ബേസ്റ്റ്, അത് പൊട്ടിപ്പോവും. ഓക്കെ, അതാണ് ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗാലുസാക്സ് ലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ തന്നു കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസുകൾ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ടെക് എന്ന് പറഞ്ഞ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, എല്ലാവരും വേഗം നോട്ട് എഴുതിയെടുത്ത്. മക്കളെ, നമ്മളിപ്പോൾ ചാൾസ് ലോ പഠിച്ചില്ലേ, അവിടെ ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എന്നാ ചോദിച്ചാൽ, നമ്മൾ V1/V2 = T1/T2 അബ്സല്യൂട്ട് ടെമ്പറേച്ചർ കൊടുത്ത് നമ്മൾ ഈ ചാൾസ് ലോൻ്റെ ഇക്വേഷൻ എഴുതിയിരുന്നു. V1/V2 = T1/T2. അത് ന്യൂ ഫോം ഓഫ് ചാൾസ് ലോ ആണ്. ജാക്കോസ് ചാൾസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ലോ കണ്ടുപിടിച്ച്, അന്ന് അദ്ദേഹം ഈ ലോ കണ്ടുപിടിച്ച് സയൻറ്റിസ്റ്റുകൾ ഓഫീസിലേക്ക് വന്ന രംഗം ഞാനിപ്പോഴും ഓർക്കുക. 1800-കളിൽ അത് ഞാനവിടെ ഇരിക്കുക. ഞാൻ സയൻറ്റിസ്റ്റ് ആയതുകൊണ്ടിരിക്കുകയല്ല, നമുക്ക് ചായ ഒക്കെ കിട്ടും, അപ്പോൾ അത് കുടിക്കാനും വേണ്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ചാൾസ് ലോയുമായിട്ട് വരുന്നു. ചാൾസ് എന്ന് പറഞ്ഞ് വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസസ്, വോളിയം ഈസ് ഇൻക്രീസസ്. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ ചോദിച്ചു, ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോഴും വോളിയം എത്ര മടങ്ങ് വെച്ചാൽ കൂടുന്നത്? അപ്പോൾ ചാൾസ് ഇങ്ങനെ ആലോചിച്ചു. ആലോചിക്കാനുള്ള ഉത്തരം സമയം പോലും സയൻറ്റിസ്റ്റുകൾ കൊടുത്തില്ല. അവർ ചൂടായി, പറയടാ, ഓരോ ഡിഗ്രി കൂടുമ്പോഴും വോളിയം എത്ര മടങ്ങ് വെച്ചാൽ കൂടുന്നത്? അപ്പോൾ ചാൾസ് മറുപടി പറഞ്ഞു, ദ വോളിയം ഇൻക്രീസ് ഓർ ഡിക്രീസ് ബൈ 1/273 ഓഫ് ഇറ്റ്സ് വോളിയം അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഫോർ ഈച്ച് ഇൻക്രീസ് ഓഫ് T ഡിഗ്രി സെൽഷ്യസ്. സയൻറ്റിസ്റ്റുകൾ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിരിക്കണം അദ്ദേഹം മാതിരി തന്നെ. അപ്പോൾ ചാൾസ് അവിടെ ഉണ്ടായിരുന്ന ബോർഡിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു. ചാൾസ് പറഞ്ഞു, ദ വോളിയം അറ്റ് 0 ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് V0 എന്നെടുത്താൽ, വോളിയം അറ്റ് സ്മോൾ ലെറ്റർ T ഡിഗ്രി സെൽഷ്യസിനെ VT എന്നെടുത്താൽ, ഇതാണ് അന്ന് ചാൾസ് ഡിഗ്രി സെൽഷ്യസ് വെച്ചുള്ള വോളിയം കൂടി വരുന്ന ഇക്വേഷനാണ് തന്നത്. ചാൾസ് പറഞ്ഞു VT ഈസ് ഈക്വൽ ടു, ഒരു T ഡിഗ്രി സെൽഷ്യസിലെ വോളിയം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലെ വോളിയത്തെക്കാളും V0 പ്ലസ് T ഡിവൈഡഡ് ബൈ 273 ഇൻറ്റു V0. ഇതാണ് ചാൾസ് പറഞ്ഞ ഇക്വേഷൻ. ഒരു T ഡിഗ്രി സെൽഷ്യസിലെ വോളിയം 0 ഡിഗ്രി സെൽഷ്യസിലെ വോളിയത്തെക്കാളും T/273 ഇൻറ്റു V0. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. VT ഈസ് ഈക്വൽ ടു, രണ്ടിലും കോമൺ ആയിട്ട് V0 ഉണ്ട്. അപ്പോൾ ആ V0നെ പുറത്തെടുത്തു. V0 ഇൻറ്റു 1 പ്ലസ് T/273. V0 ഇൻറ്റു 1 പ്ലസ് T/273. അതാണ് ചാൾസ് മുന്നോട്ട് വെച്ച ഇക്വേഷൻ. VT ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു 1 പ്ലസ് T/273. ഈ ഇക്വേഷൻ ബോർഡിൽ എഴുതി ചാൾസ് അവിടെ നിന്ന് പോയി. സയൻറ്റിസ്റ്റുകൾ ഈ ഇക്വേഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് എങ്ങനെ നോക്കിയേ? എല്ലാവർക്കും അറിയാം, നേരത്തെ ഗ്രാഫിൽ കണ്ടതാ, -273 ഡിഗ്രി ആവുമ്പം വോളിയം 0 ആവുന്നുണ്ട്. അപ്പോൾ അവരിവിടെ ടെമ്പറേച്ചറിൻ്റെ അവിടെ -273 കൊടുത്തു നോക്കി. അപ്പോൾ വോളിയം അറ്റ് -273 ഈക്വൽ ടു V0, 0 ഡിഗ്രി സെൽഷ്യസിലെ വോളിയം V0 ഇൻറ്റു 1 പ്ലസ് ടെമ്പറേച്ചർ നമ്മൾ എത്ര കൊടുത്ത്? -273. സോ -273/273. വാട്ട് ഈസ് -273/273? -1. -1 + 1 0. 0 ഇൻറ്റു V0 0. അപ്പോൾ -273 എത്തുമ്പോൾ വോളിയം 0 ആവുന്നുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ വളരെ കറക്റ്റാണ്. സയൻറ്റിസ്റ്റുകൾക്ക് ആകെ എന്തോ ആയിപ്പോയി, വേണ്ടില്ലേനായിപ്പോയി. ചൂടായും ചെയ്ത് അദ്ദേഹം കറക്റ്റ് കോൺസെപ്റ്റും തന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിനാ ചൂടായേ? അപ്പോൾ അവർ ചോദിച്ചു, നീയും ചൂടായില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഉറങ്ങിയല്ലേ, എന്നെ ബുദ്ധിമുട്ടാക്കിയിട്ടല്ലേ ഞാൻ ചൂടായേ. അവസാനം അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാമെന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടി ജനാലിൻ്റെ അകത്തൂടെ നോക്കിയപ്പോൾ അദ്ദേഹം നടന്ന് ദൂരെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു, ചാൾസേ.
അത് ചാൾസ് എന്ന ഇക്വേഷൻ ആണത്. അപ്പോൾ ചാൾസ് പറഞ്ഞ കോൺസെപ്റ്റ് എന്താ? വോളിയം ഇൻക്രീസ് ഓർ ഡിക്രീസ്, ടെമ്പറേച്ചർ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് സൈൻ വരും, ഓർ ഡിക്രീസ് ബൈ 1/273 ഓഫ് ഇറ്റ്സ് വോളിയം അറ്റ് 0 degree Celsius for each increase or decrease of T degree Celsius. Each increase or decrease of T degree Celsius. ഇത് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ബോർഡ് എക്സാം ഇത് ചോദിക്കാറില്ല. ഇങ്ങനെ ഒരു ഇക്വേഷൻ അദ്ദേഹം തന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ദിസ് നോട്ട് നീഡ് ഫോർ യുവർ ബോർഡ് എക്സാം ലെവൽ. ഓക്കെ, ബോർഡ് എക്സാമിന് നമ്മൾ നേരത്തെ ന്യൂ ഫോം V1/V2 = T1/T2, അവിടുത്തെ ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലാണ്. ഓക്കെ, നമുക്കിനി ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗാലുസാക്സ് ലോ, ഈ 3 ലോയിൽ നിന്നുള്ള കുറച്ച് പ്രോബ്ലംസുകൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ക്ലിയർ മക്കൾ? ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ബോർഡിൽ കാണാം. എ ബലൂൺ ഈസ് ഫിൽഡ് വിത്ത് ഹൈഡ്രജൻ അറ്റ് റൂം ടെമ്പറേച്ചർ. ഒരു ബലൂണിൻ്റെ അകത്ത് ഹൈഡ്രജൻ ഗ്യാസ് നിറച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ ബേസ്റ്റ്, ആ ബലൂൺ പൊട്ടിപ്പോകും. ഇഫ് പ്രഷർ എക്സീഡ് 0.2 ബാർ, 0.2 ബാർ പ്രഷർ വന്നാൽ ബലൂൺ പൊട്ടിപ്പോകും. അറ്റ് 1 ബാർ പ്രഷർ, 1 ബാർ പ്രഷർ ഉണ്ടായിരുന്നപ്പോൾ ബലൂൺ ഒക്യുപ്പൈ 2.27 ലിറ്റർ. അപ് ടു വാട്ട് വോളിയം ക്യാൻ ദ ബലൂൺ ബി എക്സ്പാൻഡഡ്? അറ്റ് വാട്ട് വോളിയം ക്യാൻ ദ ബലൂൺ ബി എക്സ്പാൻഡഡ്? ഏത് വോളിയം വരെ ബലൂണെ വീർപ്പിക്കാം എന്നാണ് ഉത്തരം. പൊട്ടുന്ന വോളിയം വരെ. പൊട്ടുന്ന വോളിയം എന്ന് പറഞ്ഞാൽ പൊട്ടുന്ന സമയത്തുള്ള പ്രഷർ വരെ വീർപ്പിക്കാം. അപ്പോൾ ഈ പൊട്ടുന്ന പ്രഷർ നമുക്ക് രണ്ടാമത്തെ പ്രഷറാക്കി എടുക്കാം. 1 ബാർ ആദ്യത്തെ പ്രഷർ, അപ്പത്തെ വോളിയം 2.27. തിരിച്ചെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പ്രഷർ P1 = 1 ബാർ, 1 ബാർ. ആ സമയത്തുള്ള വോളിയം V1 = 2.27 ലിറ്റർ. ഇനി ലാസ്റ്റ് അടുത്ത പ്രഷർ 0.2 P2, 0.2 ബാർ. 0.2 ബാർ പ്രഷർ വന്നാൽ ബലൂൺ പൊട്ടിപ്പോവും. അപ്പോൾ ആ പൊട്ടുന്നത് വരെയുള്ള വോളിയം അതാണ്. അപ് ടു വാട്ട് വോളിയം അതറിയില്ല, ക്വസ്റ്റ്യൻ മാർക്ക്. അപ് ടു വാട്ട് വോളിയം ക്യാൻ ദ ബലൂൺ ബി എക്സ്പാൻഡഡ്? പൊട്ടുന്ന പ്രഷർ വരെയുള്ള വോളിയം വരെ എക്സ്പാൻഡ് ചെയ്യാം. V2 ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ പ്രഷറും വോളിയം തമ്മിൽ മാറിക്കളിക്കുന്ന ലോ ഏത് ലോ ആണ്? യെസ്, ബോയിൽസ് ലോ ആണ്. വാട്ട് ഈസ് ബോയിൽസ് ലോ? P1/P2 = പ്രഷറും വോളിയം ഡയറക്റ്റ്ലി ആണ്, ഇൻവേഴ്സിലി ആണോ? യെസ്, ഇൻവേഴ്സിലി ആണ്. സോ P1/P2 = V2/V1. ഗുഡ്. P1/P2 = V2/V1. വാല്യൂ കൊടുക്കുകയാണ് P1 1, P2 0.2 = V2 ആണ് ചോദിച്ചത്. V2/V1, V1 2.27. സോ V2 is equal to ഈ V2 ഇവിടെ നിർത്തിയാൽ നമുക്ക് 2.27 ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ 2.27 ഡിവൈഡഡ് ബൈ 0.2. ചെയ്യാനുള്ള എളുപ്പത്തിന് ഒരു പോയിന്റ് മുന്നിൽ കിട്ടാൽ മതി. 22.7 ഡിവൈഡ് ബൈ ഇവിടെയും ഒരു പോയിന്റ് മുന്നോട്ടിടുക 2. 22.7/2, 22.7ൻ്റെ പകുതിയാണ് ഉത്തരം. 11.35 ലിറ്റർ. ദ ആൻസർ ഈസ് 11.35 ലിറ്റർ. അപ്പോൾ അപ് ടു വാട്ട് വോളിയം ക്യാൻ ദ ബലൂൺ ബി എക്സ്പാൻഡഡ്? ദ ആൻസർ ഈസ് 11.35 ലിറ്റർ. ക്ലിയർ? ബോയിൽസ് ലോന്റെ ബേസിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. വേറൊരു ക്വസ്റ്റ്യൻ ഇത് വേഗം എഴുതിയെടുത്ത്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പോൾ ബോർഡിൽ കാണാമല്ലോ. എ ഷിപ്പ്, ഒരു കപ്പൽ, എ ഷിറ്റ്, ആ ഷിറ്റല്ല, എ ഷിപ്പ് സെയിലിംഗ് ഇൻ പസഫിക് ഓഷ്യൻ, പസഫിക് മഹാസമുദ്രത്തിൽ ഓളങ്ങളെ തഴുകി തലോടി കടന്നു പോകുന്ന കപ്പൽ. ഓഷ്യൻ വേർ ദ ടെമ്പറേച്ചർ, പസഫിക് ഓഷ്യനിലെ ടെമ്പറേച്ചർ 23.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. എ ബലൂൺ ഇസ് ഫിൽഡ് വിത്ത് 2 ലിറ്റർ എയർ. അതിൻ്റെ അകത്ത് 2 ലിറ്റർ എയർ നിറച്ച് വെച്ചിട്ട് ഒരു ബലൂണ് അവിടുന്ന് ആ പസഫിക് ഓഷ്യനിൽ പിടിച്ചിരിക്കുക.
വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ബലൂൺ വെൻ ദ ഷിപ്പ് റീച്ചസ് ഇൻ ഇന്ത്യൻ ഓഷൻ? ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തുമ്പോൾ അതിൻ്റെ വോളിയം എന്താകും? ബലൂണിൻ്റെ വോളിയം മാറുമല്ലോ. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ 26.1 ഡിഗ്രിയാണ്. അപ്പോൾ ടെമ്പറേച്ചർ മാറുമ്പോൾ വോളിയം മാറും. ആദ്യം ഉണ്ടായിരുന്ന വോളിയം V1 = 2 ലിറ്റർ. അപ്പം ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ 23.4. ടെമ്പറേച്ചറിനെ കെൽവിൻക്ക് മാറ്റണം. പ്ലസ് 273. 23.4 പ്ലസ് 273 = 296.4. 296.4 കെൽവിൻ. ഓക്കെ, V2 = രണ്ടാമത്തെ വോളിയം, അതാണ് ചോദിച്ചത്. T2 = ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ടെമ്പറേച്ചർ 26.1 പ്ലസ് 273 = അവിടുത്തെ 26.1 പ്ലസ് 273 എന്ന് പറഞ്ഞാൽ 299.1 കെൽവിൻ. 299.1 കെൽവിൻ. വോളിയം ടെമ്പറേച്ചർ മാറുന്നു. വോളിയം പ്രഷർ ഇവിടെ മാറുന്നില്ല. വോളിയം ടെമ്പറേച്ചറും പരസ്പരമുള്ള ലോ ഏത് ലോ ആണ്? യെസ്, ചാൾസ് ലോ. വോളിയം ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി ആണ്, ഇൻവേഴ്സ്ലി ആണോ? V1/V2 = പറഞ്ഞ V1/V2 = T1/T2. V1 ഫസ്റ്റ്. അപ്പം അതിന് നമുക്ക് V2 കാണണം. V2 = V1T2/T1. V1T2/T1. V2നെ പുറത്തുണ്ടോ? അപ്പോൾ V1T2/T1 = V1 എത്ര? V1 ഫസ്റ്റ് വോളിയം 2 T2 എത്ര? 299.1 ഡിവൈഡഡ് ബൈ T1 എത്ര? 296.4. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാൻ നിങ്ങൾക്ക്. ദാറ്റ് ഈസ് = 2 ഇതും ഹരിച്ചാൽ കിട്ടുന്ന വാല്യൂ 1.009. 2 × 1.009 2.018 ലിറ്റർ. 2.018 ലിറ്റർ. ദാറ്റ് ഈസ് ദ ആൻസർ. ഇതാണ് ആ കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആ ബലൂണിൻ്റെ വോളിയം. വോളിയം ടെമ്പറേച്ചറും ഡയറക്റ്റ്ലി വെച്ചിട്ട് ചാൾസ് ലോ വെച്ചിട്ടാണ് ആ പ്രോബ്ലം ചെയ്തിരിക്കുന്നത്. മക്കളെ, നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആ ക്വസ്റ്റ്യൻ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് ചെയ്യാം, നമുക്ക് പറഞ്ഞുകൊണ്ട് ചെയ്യാം. വാട്ട് വിൽ ബി ദ മിനിമം പ്രഷർ? എത്ര മിനിമം പ്രഷർ വേണം? റിക്വയർഡ് ടു കംപ്രസ്. അമർത്തുന്ന സമയത്ത് എത്ര പ്രഷർ വേണം? കംപ്രസ് 500 ഡെസിമീറ്റർ ക്യൂബ്. ഡെസിമീറ്റർ ക്യൂബ് തന്നെയാണ് ലിറ്റർ. 500 ഡെസിമീറ്റർ ക്യൂബ് ഓഫ് എയർ. 500 ഡെസിമീറ്റർ ക്യൂബ് വോളിയം ഉണ്ടായിരുന്ന എയറിന് അറ്റ് 1 ബാർ. 1 ബാർ പ്രഷറും 500 ലിറ്ററും ഉണ്ടായിരുന്ന ഒരു എയറിനെ 200 ഡെസിമീറ്റർ ക്യൂബിക്ക് മാറ്റാൻ എത്ര പ്രഷർ നമ്മൾ കൊടുക്കണമെന്ന്. പ്രഷറും വോളിയം തമ്മിലുള്ള ബന്ധം ബോയിൽസിലുമാണ്. അപ്പോൾ ഫസ്റ്റ് ഉണ്ടായിരുന്ന പ്രഷർ 1 ബാർ. അപ്പോഴുള്ള വോളിയം 500. V1 = 500 ഡെസിമീറ്റർ ക്യൂബ്. രണ്ടാമത്തെ പ്രഷർ P2. എത്ര മിനിമം പ്രഷർ വേണമെന്നാ ചോദ്യം, ക്വസ്റ്റ്യൻ മാർക്ക്. ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സമയത്തുള്ള വോളിയം 200. നമുക്കറിയാം P1/P2 = V2/V1. ബോയിൽസിലോ തിരിഞ്ഞാൽ വരിക, ഇൻവേഴ്സിലിയ. P1/P2 = V2/V1. Therefore P2 = P1V1/V2. P1 എത്ര? 1. V1 എത്ര? 500 V2 എത്ര? 200. 0 ക്യാൻസലായി. 5/2 2.5. 5/2 2.5. സോ പ്രഷറിൻ്റെ യൂണിറ്റ് ഇവിടെ ബാറാണ്. സോ ദ ആൻസർ ഈസ് 2.5 ബാർ. 2.5 ബാർ. ഓക്കെ. അപ്പോൾ മക്കൾ, ഇന്ന് നമ്മൾ സുലൈം, ചാൾസ് സുലൈം, ഗാലുസാക് സുലൈം കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. എൻ്റെ മക്കൾ, ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്നുണ്ട്.
നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ എക്സർസൈസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഹോംവർക്ക് തന്നിരിക്കുന്നത്. ഹോംവർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. നിർബന്ധമായിട്ടും ഹോംവർക്ക് നിങ്ങൾ ആൻസർ ചെയ്യണം. അടുത്ത സെക്ഷനിൽ അതിൻ്റെ ഉത്തരം ഞാൻ സ്ക്രീനിൽ കാണിക്കും. എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കണം. നമുക്കിനി അവഗാഡ്രോസ് ലോയും ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ നിന്ന് ഈ അടുത്ത ഭാഗങ്ങൾ പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല ഭാഗങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.